പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ വിധി ഇന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് വിഷ്ണുപ്രിയയെ പ്രതി ശ്യാംജിത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷ്, അതായത് നമ്മളെല്ലാം നടുക്കിക്കൊണ്ടാണ് പാനൂർ വിഷ്ണുപ്രിയയുടെ കൊലപാതകം ഉണ്ടാകുന്നത്. 2022 ഒക്ടോബറിലാണ് സംഭവം ഉണ്ടാകുന്നത്. വീട്ടിൽ കയറിക്കൊണ്ടാണ് പ്രതി വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട വീഡിയോ കോൾ തന്നെയാണ്, ആ വീഡിയോ കോളിലെ ദൃശ്യങ്ങൾ തന്നെയാണ് ഏറ്റവും നിർണായകമായി പുറത്തു വന്നിരുന്നത്. ഈ ഒരു കേസിൽ ഇന്ന് വിധി പറയാൻ പോകുമ്പോൾ പ്രോസിക്യൂഷന്റെ പ്രതീക്ഷകൾ എങ്ങനെ? അഞ്ജന, മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കൊലപാതകമായിരുന്നു വിഷ്ണുപ്രിയയുടേത്. പട്ടാപ്പകൽ രാവിലെ 11 മണിക്കാണ് പാനൂർ വള്ളിയായിലെ വിഷ്ണുപ്രിയയെ വീട്ടിനകത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഈ കൂത്തുപറമ്പിന് അടുത്ത ശ്യാംജിത്ത് വീട്ടിൽ അതിക്രമിച്ച് കയറി ഈ വിഷ്ണുപ്രിയയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള കൃത്യം നടത്താൻ പ്രേരിപ്പിച്ചത് എന്നാണ് ഈ പ്രതി പോലീസിന് നൽകിയിരുന്ന മൊഴി. ഇതിനായി നേരത്തെ തന്നെ വളരെ മുൻപേ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി കരുതിക്കൂട്ടി തന്നെ ഈ കൊലപാതകം നടത്തിയതാണ് എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിനായി ഈ ചുറ്റികയും അതോടൊപ്പം തന്നെ കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ സംഘടിപ്പിച്ച് വെക്കുകയും മുൻകൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ട് വിഷ്ണുപ്രിയയുടെ വീട്ടിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് അതിക്രമിച്ചു കയറി ആദ്യം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി പിന്നീട് കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കേസിൽ നേരിട്ടുള്ള ദൃക്സാക്ഷികളില്ല. കാരണം ഈ സമയത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പ്രതി ആ സമയത്തേക്ക് പോകുന്നതായി കണ്ട ആളുകളെല്ലാം തന്നെ ഉണ്ട്. മാത്രമല്ല ഈ ആയുധങ്ങളെല്ലാം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കടകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള മൊഴികൾ എല്ലാം തന്നെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിലെ ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ്. വിഷ്ണുപ്രിയ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത്, അതായത് വിഷ്ണുപ്രിയയെ മരണപ്പെടുന്ന സമയത്ത് മലപ്പുറത്തുള്ള ഒരു സുഹൃത്തുമായി വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതി വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കോളുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ മാത്രമല്ല, മലപ്പുറത്തെ വിഷ്ണുപ്രിയയുടെ സുഹൃത്ത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അത്തരത്തിൽ നിർണായകമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളായിരിക്കും ഈ കേസിൻ്റെ വിധിയിൽ ഏറ്റവും പ്രധാനമായി മാറുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ ഒരു കേരളം മുഴുവൻ കേരളത്തെ നടുക്കിയ ഈ കൊലപാതകത്തിൽ വിധി പറയുന്നത് എന്നുള്ളതാണ്. 7 മാസത്തിനകമാണ് ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കിയത്. 2023 സെപ്റ്റംബർ 21 വിചാരണ ആരംഭിച്ചത്. വളരെ വേഗത്തിൽ തന്നെ വിചാരണ പൂർത്തിയാക്കി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയാൻ പോവുകയാണ്. 73 സാക്ഷികളെ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് തലശ്ശേരി സെഷൻസ് കോടതി വിധി പറയാൻ പോവുകയാണ്. പാനൂരിലെ വിഷ്ണുപ്രിയയുടെ കൊലപാതകം എന്ന് പറയുമ്പോൾ അത് പ്രണയപ്പകയുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറഞ്ഞു വന്നിരുന്നു. പക്ഷേ ഇതൊരിക്കലും പ്രണയപ്പക എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത അതിക്രൂരമായ ഒരു കുറ്റകൃത്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേസിൽ ഇന്ന് വിധി പറയും.